എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 16ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭഗവാൻ പുത്രകാമേഷ്ടി യാഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് രാവണനെ വധിക്കാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ വന്നിട്ട് ചിരകാലം ജീവിച്ച ജനങ്ങൾക്കൊക്കെ സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക അടുത്തതായിട്ട് ഭഗവാന്റെ ജന്മത്തിൻ്റെ കാര്യമാവും, ശ്രീരാമൻ ജനിക്കാൻ പോണ കാര്യമായിരിക്കും തുടങ്ങുക എന്നാണ്. അങ്ങനെയല്ല തുടങ്ങണത്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നതായ ശ്ലോകങ്ങളാണോ എന്നറിയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീമന്നാരായണൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാനിനി എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ വീണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയണത് പോലെ, അത് ആവർത്തിക്കുന്നത് പോലെ തോന്നും. നമുക്ക് എന്തായാലും ശ്ലോകങ്ങൾ വേഗം പറഞ്ഞു പോവാം. വലിയ കാര്യമായിട്ട് അർത്ഥങ്ങളൊന്നും പറയാനില്ല, മുമ്പേ പറഞ്ഞതൊക്കെ തന്നെയാണ്. ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തതോ നാരായണോ വിഷ്ണുർനിയുക്തസുരസത്തമൈഃ ജാനന്നപി സുരാനേവം ശ്ലക്ഷ്ണം വചനമബ്രവീത്. ഇതൊക്കെ കേട്ട് ഇവരുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടിരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ നാരായണൻ, മഹാവിഷ്ണു നാരായണൻ, ആ ഭഗവാൻ നാരായണൻ സുരസത്തമൈഹി നിയുക്ത, സുരസത്തമന്മാർ പ്രാർത്ഥിച്ചതിനനുസരിച്ച് ഭൂമിയിൽ വന്ന് ജനിക്കണം എന്നതൊക്കെ കേട്ടുല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജാനൻ നബി ഇതൊക്കെ അറിയാമെങ്കിൽ കൂടി സുരാൻ ഏവം ശ്ലക്ഷ്ണം വചനം അബ്രവീത്, ദേവന്മാരോടായിട്ട് വളരെ ലളിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഈ വാക്യങ്ങൾ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 2ാമത്തെ ശ്ലോകം നോക്കാം. ഉപായഃ കോ വധേ തസ്യ രാക്ഷസാധിപതേ സുരാഃ യമഹം തം സമാസ്ഥായ നിഹന്യാമൃഷികണ്ഠകം. എല്ലാം അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ വെറുതെ ദേവന്മാരോട് ചോദിക്കുന്നതായിട്ടാണ് പറയണത്. അതാണ് ആദ്യം പറഞ്ഞത്. ജാനൻ നബി എല്ലാം അറിയാമെങ്കിൽ കൂടിയും ഭഗവാൻ വെറുതെ ചോദിക്കുകയാണെന്നുള്ള രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. തസ്യ രാക്ഷസാധിപതേഹ വധേ കഹ ഉപായഃ ഹേ സുരാഹ. അല്ലയോ ദേവന്മാരെ, ആ രാക്ഷസാധിപതിയായിട്ടുള്ള രാവണൻ്റെ വധത്തിന് എങ്ങനെയാണ്, ഏതൊരു ഉപായമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എന്നിട്ടോ യമഹം തം സമാസ്ഥായ നിഹന്യാം ഋഷികണ്ഠകം. ഏതൊരു വഴി ഉപയോഗിച്ചാലാണോ ദേവന്മാർക്കും ഋഷിമാർക്കുമൊക്കെ ഉപദ്രവകാരിയായിട്ടുള്ള ആ രാവണൻ ഇല്ലാതെയാവുക, ആ രാവണനെ എനിക്ക് വധിക്കാൻ സാധിക്കുക, ആ ഉപായം പറഞ്ഞു തന്നാലും എന്നുള്ളതുപോലെ ഭഗവാൻ മഹാവിഷ്ണു ഒന്നും അറിയാത്തതുപോലെ ദേവന്മാരോട് ചോദിക്കുന്നതായിട്ട് കവി പറയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പേടിക്കേണ്ട, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ ഒരാൾ ഇപ്രകാരം പറയും എന്ന് വിചാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണത്തിൽ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് വർണ്ണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും ദേവന്മാരുടെ മറുപടിയാണ്. നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്താ സുരാ സർവേ പ്രത്യുജുർവിഷ്ണുമവ്യയം മാനുഷം രൂപമാസ്ഥായ രാവണം ജഹി സംയുഗേ. ഏവമുക്താഃ സുരാഃ സർവേ പ്രത്യുജു. ഇപ്രകാരം ചോദിക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാ ദേവന്മാരും അവ്യയം വിഷ്ണുവും പ്രത്യുജു, ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു. എങ്ങനെ വന്നാലാണ് രാവണനെ വധിക്കാൻ പറ്റുക എന്നുള്ളത് പറയാണ്. മാനുഷം രൂപം ആസ്ഥായ സംയുഗേ രാവണം ജഹി. മാനുഷൻ രൂപം, മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് രാവണനെ വധിക്കൂ എന്ന് അവിടെ കൂടിയിരുന്ന ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു എന്നാണ് പറയണത്. ഇതൊക്കെ കഴിഞ്ഞ ദിക്കിൽ പറഞ്ഞതല്ലേ, കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇതൊരു ആവർത്തനമായിട്ടാണ് തോന്നണത്. കുറേ പേരൊക്കെ കൂട്ടിച്ചേർത്ത് തൻ്റെ കാവ്യങ്ങളും കൂടി കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് ചേർത്തതാവണം. വാൽമീകി മഹർഷി പറഞ്ഞത് തന്നെ പറഞ്ഞിങ്ങനെ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയില്ല. അപ്പോൾ ദേവന്മാരോട് ചോദിച്ചപ്പോൾ ദേവന്മാർ ഭഗവാനോട് പറയാണ്, മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് യുദ്ധത്തിൽ രാവണനെ വധിച്ചോളൂ എന്ന്. ഇനി 4ാമത്തെ ശ്ലോകം നോക്കാം. സഹിതേപേ തപസ്തീവ്രം ദീർഘകാലമരിന്ദമ യേന തുഷ്ടോ ഭവത് ബ്രഹ്മ ലോകകൃല്ലോകപൂർവജ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ഇത്ര വിസ്തരിച്ച്
ഭഗവാൻ യുദ്ധത്തിൽ വന്നിട്ട് രാവണനെ വധിക്കണമെന്ന് പറയണതിന് കാരണമുണ്ട്. വേറെ ആർക്കും അയാളെ വധിക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ സർഗത്തിൽ കുറച്ചുകൂടി മുമ്പേ, കഴിഞ്ഞ ദിവസം അല്ല അതിന് മുമ്പേ പറഞ്ഞതാണ്. എന്താണ് ഉണ്ടായത്? സഹിതേപേ തപസ്തീവ്രം ദീർഘകാലം ഹേ അരിന്തമ. അരിന്തമൻ എന്ന് പറഞ്ഞാൽ അരികളെ, ശത്രുക്കളെ ദമനം ചെയ്യുന്നവനെ, ഇല്ലായ്മ ചെയ്യുന്നവനെ, അല്ലയോ മഹാവിഷ്ണു. ഈ രാവണനുണ്ടല്ലോ, അയാൾ സഹി തീവ്രം തപഹ ദീർഘകാലം തേപേ. ഇയാൾ കുറേ അധികം കാലം കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ടുണ്ട്. കുറേ കാലം തപസ് ചെയ്തിട്ട് കുറേ വരങ്ങളൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന്? യേന തുഷ്ടോ ഭവത് ബ്രഹ്മ ലോകകൃത് ലോകപൂർവജ. ലോകകൃത്, ലോകത്തെ നിർമ്മിച്ച, അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യം ജനിച്ചവനായിട്ടുള്ള ലോകകൃത് ലോകപൂർവജ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. പൂർവജൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവൻ. എല്ലാ മനുഷ്യർക്കും ദേവന്മാർക്കുമൊക്കെ മുമ്പ് ജനിച്ചവനെയാണ് പൂർവജ, ലോകപൂർവജ, ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ലോകത്തെ, ഇതുപോലെയുള്ള ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ രാവണനോടുള്ള സ്നേഹം കാരണം, രാവണൻ തന്നെ ഉദ്ദേശിച്ചിട്ട് കുറേ കാലം തപസ് ചെയ്തു എന്നുള്ളതിൻ്റെ സന്തോഷത്തിൽ കുറേയധികം വരങ്ങൾ കൊടുക്കേണ്ടായി. യേന തുഷ്ടോഭവത് ബ്രഹ്മ ലോകകൃൽ ലോകപൂർവജ. അങ്ങനെ സന്തുഷ്ടനായിട്ടുള്ള ബ്രഹ്മാവ് എന്താണ് ചെയ്തത്? അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സന്തുഷ്ട പ്രദദൗ തസ്മൈ രാക്ഷസായ വരം പ്രഭു നാനാവിധേഭ്യോ ഭൂതേഭ്യോ ഭയം നാന്യത്ര മാനുഷാത്. എന്താണ് പറഞ്ഞത്? എന്താണെങ്കിൽ സന്തുഷ്ടനായിട്ടുള്ള ആ പ്രഭു എന്നുള്ളത് കൊണ്ട് ബ്രഹ്മദേവൻ എന്നാണ് ഉദ്ദേശിച്ചത്. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? വളരെയധികം സന്തോഷമായപ്പോൾ ഈ രാക്ഷസന് കുറേയധികം വരങ്ങൾ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ടോ നാനാവിധേഭ്യോ ഭൂതേഭ്യോ ഭയം നാന്യത്ര മാനുഷാത്. എന്തൊക്കെ വരമാണ് കൊടുത്തത്? പലതരത്തിലുള്ള ജീവജാലങ്ങൾ, ദേവന്മാർ, അവരിൽ നിന്നൊന്നും മരണഭയം വേണ്ട എന്ന് ആ രാവണന് വരം കൊടുക്കുകയുണ്ടായി. എന്തുമാത്രം ചെയ്തില്ല? മനുഷ്യരിൽ നിന്ന് പേടിക്കണ്ട എന്ന് മാത്രം പറഞ്ഞില്ല. ബാക്കി എല്ലാവരിൽ നിന്നും പേടി വേണ്ട, ബാക്കി ആരെയും നീ പേടിക്കണ്ട, ആരും നിന്നെ വന്ന് വധിക്കില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള കുറേ വരങ്ങൾ ഈ ബ്രഹ്മാവ് രാവണന് വേണ്ടിയിട്ട് കൊടുക്കുകയുണ്ടായി എന്ന് ഈ ദേവന്മാർ വീണ്ടും വിഷ്ണുവിനോട് പറയാണ്. അങ്ങനെ മനുഷ്യന്മാരിൽ നിന്ന് മാത്രം വേണ്ട എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അവജ്ഞാത പുരാതേന വരദാനേ ഹി മാനവാഃ ഏവം പിതാമഹാ തസ്മാത് വരദാനേന ഗർവിത. 7ാമത്തെ ശ്ലോകം കൂടി പറയാം. ഉത്സാദയതി ലോകാം സ്ത്രീൻ സ്ത്രിയശ്ചാപ്യുപകർഷതി തസ്മാത് തസ്യ വധോ ദൃഷ്ടോ മാനുഷേഭ്യഃ പരന്തപ. ഈ രാവണൻ മനുഷ്യരെയൊക്കെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അവജ്ഞാതാഹ പുരാ തേന പുരാ അവജ്ഞാതാഹ. ആ രാവണനാൽ പണ്ട് അവഗണിക്കപ്പെട്ടു. ആരാണ് അവഗണിക്കപ്പെട്ടത്? വരദാനെ, വരം നൽകണ സമയത്ത് മാനവന്മാരെ അവഗണിച്ചു. അതായത് ബ്രഹ്മാവിൽ നിന്ന് വരം ചോദിച്ചു വാങ്ങിയപ്പോൾ മറ്റു പലരിൽ നിന്നും മരണമുണ്ടാവരുതെന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യരെ പരിഗണിച്ചേയില്ല. അവർക്ക് രാക്ഷസന്മാരോളൊന്നും ശക്തിയില്ലല്ലോ, മനുഷ്യരെയൊക്കെ രാക്ഷസന്മാർക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരെ പറ്റി ചോദിച്ചെന്നില്ല. മനുഷ്യരിൽ നിന്ന് വധമുണ്ടാവരുത് എന്ന് ബ്രഹ്മാവിനോട് രാവണൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ മനുഷ്യരിൽ നിന്ന് വധമുണ്ടാവില്ല എന്ന് തന്നെയാണ് രാവണൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്രകാരം ഏവം തസ്മാത് പിതാമഹാത് വരദാനേന ഗർവിത. ബ്രഹ്മാവ് വരം കൊടുത്തു എന്നുള്ള കാര്യത്തിൽ അത്യധികം സന്തുഷ്ടനായി. എന്തിനാ അത്ര സന്തോഷമായതെന്നുണ്ടെങ്കിൽ രാക്ഷസന്മാർക്ക്, രാവണനെ പോലെയുള്ള രാക്ഷസന്മാർക്കൊന്നും ബ്രഹ്മാവ് അത്ര കണ്ട് ധാരാളം വരങ്ങളൊന്നും കൊടുക്കാറില്ല. രാവണന് കുറേയധികം കിട്ടുകയും ചെയ്തു. ആ കാര്യത്തിൽ അത്യധികം സന്തുഷ്ടനുമായി, ഗർവുള്ളവനുമായി, അഹങ്കാരിയും പൊങ്ങച്ചക്കാരനും ഒക്കെ ആയി. അങ്ങനെ ബ്രഹ്മാവിൽ നിന്നും വരം നേടി വന്നവനായിട്ടുള്ള രാവണൻ എന്തൊക്കെ ചെയ്തു? ഉത്സാദയതി ലോകാം സ്ത്രീൻ സ്ത്രീയശ്ചാപ്യുപകർഷതി. 3 ലോകങ്ങളെയും, ത്രീൻ ലോകാൻ ഉത്സാദയതി, 3 ലോകങ്ങളെയും ക്ഷീണിപ്പിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരെ മുഴുവനും ആക്രമിച്ചിട്ടും അവരുടെ സ്വത്ത് കവർന്നിട്ടും അവരെ ഉപദ്രവിച്ചിട്ടും വധിച്ചിട്ടുമൊക്കെ ഓരോരോ ലോകങ്ങളെയും ഓരോരോ രാജ്യങ്ങളെയും നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
മാത്രമല്ല സ്ത്രീയശ്ച അപി ഉപകർഷതി, സ്ത്രീകളെയും വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട്. പുരുഷന്മാരെ വധിക്കുക, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, ഉപദ്രവിക്കുക, അത് വേറെ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ രാവണൻ എന്ത് വേണം? തസ്മാത് തസ്യ വധോ ദൃഷ്ടോ മാനുഷേഭ്യ പരന്തപ. അതുകൊണ്ട് ആ രാവണൻ വധിക്കപ്പെടുക തന്നെ വേണം. ആരാൽ വധിക്കപ്പെടണം? മനുഷ്യനാൽ വധിക്കപ്പെടണം. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് മനുഷ്യനായിട്ട് ജനിക്കണം എന്നാണ് ദേവന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോണത്. അപ്പോൾ ബാക്കി ആരിൽ നിന്നും വധം ലഭിക്കാത്തവനായ, ആരും വധിക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ളവനായ രാവണന് ഇനിയുള്ള വധം ആരിൽ നിന്നേ ഉണ്ടാകാൻ പറ്റുള്ളൂ? ഒരു മനുഷ്യനിൽ നിന്ന്. അതാണ് തസ്മാത് തസ്യ വധോ ദൃഷ്ട. അതുകൊണ്ട് ആ രാവണൻ്റെ വധം ഇങ്ങനെ ഉണ്ടാകും എന്ന് കണ്ടിരിക്കുന്നു ബ്രഹ്മാവ്. എങ്ങനെ? മാനുഷേഭ്യ, മനുഷ്യരിൽ നിന്നാണ് ആ രാക്ഷസന് വധമുണ്ടാവുക. ഭഗവാനെ, അല്ലയോ പരന്തപ, ശത്രുക്കളെ താപനം ചെയ്യുന്നവനെ, ശത്രുക്കളെ ആക്രമിച്ച് ഇല്ലാതെയാക്കുന്ന ഭഗവാനെ മഹാവിഷ്ണു, അങ്ങ് ഈ രാക്ഷസനെ വധിച്ചിട്ട് ലോകത്തിന് മുഴുവനും സമാധാനമുണ്ടാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ 7 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതോ നാരായണോ വിഷ്ണുർനിയുക്തസുരസത്തമൈഃ ജാനന്നപി സുരാനേവം ശ്ലക്ഷ്ണം വചനമബ്രവീത് ഉപായഃ കോ വധേതസ്യ രാക്ഷസാധിപതേ സുരാഃ യമഹം തം സമാസ്ഥായ നിഹന്യാമൃഷികണ്ഡകം ഏവമുക്താസുരാः സർവേ പ്രത്യൂജുർവിഷ്ണുമവ്യയം മാനുഷം രൂപമാസ്ഥായ രാവണം ജഹി സംയുഗേ സഹിതേപേ തപസ്തീവ്രം ദീർഘകാലമരിന്ദമ യേന തുഷ്ടോ ഭവദ്ബ്രഹ്മാ ലോകകൃല്ലോകപൂർവജ സന്തുഷ്ടഃ പ്രദദൗ തസ്മൈ രാക്ഷസായ വരം പ്രഭു നാനാവിധേഭ്യോ ഭൂതേഭ്യോ ഭയം നാന്യത്ര മാനുഷാത് അവജ്ഞാതാഃ പുരാതേന വരദാനേ ഹി മാനവാഃ ഏവം പിതാമഹാത് തസ്മാത് വരദാനേന ഗർവിതഃ ഉത്സാദയതി ലോകാം സ്ത്രീൻ സ്ത്രിയശ്ചാപ്യുപകർഷതി തസ്മാത് തസ്യ വധോ ദൃഷ്ടോ മാനുഷേഭ്യഃ പരന്തപ. ഇങ്ങനെ ദേവന്മാർ ഭഗവാനോട് പറയുകയാണ് ചെയ്യണത്. ഇതിനുള്ള മറുപടി അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.